ശശി തരൂരിന്റെ ഭാഷയിൽ പറഞ്ഞാൽ BJPയുടെ അയിത്തം മാറി. അതായത് ഇപ്പൊ ശശി തരൂർ ഒരു പരിപാടി ഇറക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് BJP അധികാരത്തിൽ വരും എന്ന ഏകദേശം ആയല്ലോ, അധികാരത്തിൽ വരുമെന്ന സ്ഥിതി വന്നപ്പോൾ ശശി തരൂർ പറഞ്ഞു, ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണ്, ദ ബ്യൂട്ടി ഓഫ് ഡെമോക്രസി ആണ് തിരുവനന്തപുരത്തെ വിജയം. മാറി മാറി ആളുകൾ വരട്ടെ, പക്ഷെ തന്റെ പാർട്ടി വന്നില്ല എന്നുള്ളത് ശശി തരൂരിനെ ഒട്ടും അലട്ടുന്നില്ല. 19 സീറ്റിലേക്ക് കോൺഗ്രസ് ഒതുങ്ങിയത് 10 നിന്ന് 19 ശരിയാണ്, ഒതുങ്ങിയത് ശശി തരൂരിനെ അലട്ടുന്നില്ല. ശശി തരൂരിനെ സന്തോഷിപ്പിക്കുന്നത് BJPയുടെ വിജയമാണ്. ശശി തരൂർ വളരെ ശക്തമായി പറയുന്നു, രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയത്തോട് എനിക്ക് യോജിപ്പില്ല, ആ രാഷ്ട്രീയം എനിക്ക് ഇഷ്ടമല്ല എന്നുള്ള നിലയിൽ പറഞ്ഞു തുടങ്ങി. എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ കൂടി BJP പിടിച്ച സാഹചര്യത്തിൽ 20 MLA-മാരെങ്കിലും മിനിമം കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് കൊണ്ടുപോകും, അല്ലെങ്കിൽ ഞാൻ വിളിച്ചാൽ വരും എന്നുള്ള നിലയിൽ ശശി തരൂർ ഒരു അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി കാണാനിരിക്കുന്ന കളി, 5 മാസം കൊണ്ട് കേരളത്തിൽ കാണാനിരിക്കുന്ന കളി അതിഗംഭീരമായ രാഷ്ട്രീയ കളിയായിരിക്കും. ഒന്ന്, ശശി തരൂരിനെ വലിച്ചിറക്കി ശശി തരൂരിനെ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആക്കിയോ അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ മന്ത്രിയാക്കിയോ ശശി തരൂരിനെ കൂടി മുന്നിൽ നിർത്തിയാൽ വലിയ മാറ്റമായിരിക്കും BJP കളിക്കാൻ പോകുന്നത്. മറുവശത്ത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എന്ന് പറയുന്നത് BJPയിലേക്ക് പോകുമോ, ഇനി ജോസ് കെ മാണിയെ പൊടിയിട്ട് BJP കൊണ്ടുവരുമോ, അതോ അദ്ദേഹം അപ്പുറത്തേക്ക് പോകുമോ, UDF-ലേക്ക് പോകുമോ, പിന്നെ ഗണേഷ് കുമാർ UDF-ലേക്ക് പോകുമോ, അതോ BJPയിലേക്ക് വരുമോ? ഇങ്ങനെ വളരെ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ഇക്വേഷൻ കേരളത്തിൽ നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോഴും ശശി തരൂർ പറയുന്നതിനെ നമുക്ക് എഴുതി തള്ളാൻ കഴിയുകയില്ല. ഈ എല്ലാ സാഹചര്യത്തിലും ശശി തരൂർ മോഡിയെ പൊഴുത്തിയാണ് ഇരുന്നത്. പക്ഷെ അപ്പൊ പറഞ്ഞെന്താണ്, ഞാൻ മോഡി ചെയ്യുന്ന നല്ല കാര്യങ്ങളെ പൊഴുത്തുന്നു. ഇപ്പോൾ മോഡി അല്ലല്ലോ തിരുവനന്തപുരത്ത് വന്ന് മത്സരിച്ചത് കോർപ്പറേഷൻ മത്സരിച്ചത് മോഡിയും ശശി തരൂർ പിന്നെ രാജീവ് ചന്ദ്രശേഖരൊന്നും അല്ലല്ലോ. ഇവിടെ VV രാജേഷും ശ്രീലേഖ IPS ഒക്കെ അല്ലേ മത്സരിച്ചത്. പക്ഷെ അവർക്ക് തന്നെ വോട്ട് കൊടുക്കുന്ന, അവരെ തന്നെ പോഴ്ത്തുന്ന രീതിയിലേക്ക് ശശി തരൂർ സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ രാഷ്ട്രീയം വേറെയാണ്. അപ്പൊ തീർച്ചയായിട്ടും ശശി തരൂര് BJPയുടെ ഒരു ഐക്കണായി മാറാനുള്ള എല്ലാ സാധ്യതയുമാണ് കണ്ടുവരുന്നത്. തിരുവനന്തപുരത്ത് വരുന്ന വേദിയിൽ വെച്ചങ്ങനെ ഇത് സംഭവിക്കുമോ? അത്ഭുതങ്ങൾ സംഭവിക്കുമോ? മോഡി തിരുവനന്തപുരത്ത് വരുന്ന വേദിയിൽ വെച്ച് ശശി തരൂരിനെ പരിചയപ്പെടുത്തുമോ? മോഡിയുടെ കേരള ഐക്കണായിട്ട് ഇനി പരിചയപ്പെടുത്തുമോ BJPയുടെ എന്നുള്ളത് മാത്രമാണ് നമുക്ക് അറിയാനുള്ളത്. എന്തായാലും ശശി തരൂരിന്റെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ വളരെ വലുതാണ് കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം തന്നെ പറയുന്നു, 10-20 MLA-മാരെ ഞാൻ കൊണ്ടുവരാൻ പറ്റും. അതുപോലെ ഒരുപാട് നേതാക്കളെ ശശി തരൂർ ഫ്രാക്ഷൻ എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷൻ തന്നെ എവിടെയുണ്ട്, കോൺഗ്രസിലുണ്ട്. ആ ഫ്രാക്ഷനെ മുഴുവൻ എടുത്ത് BJPയിലേക്ക് കൊണ്ടുപോകാൻ തനിക്ക് കഴിയും എന്നുള്ളൊരു ഭീഷണി ശശി തരൂർ പറയാതെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ശശി തരൂരിന്റെ രാഷ്ട്രീയം വളരെ പ്രമുഖമായി കേരളത്തിൽ നിൽക്കുന്നത്. ഇതേ സമയത്താണ് KC വേണുഗോപാൽ കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹവും ഇവിടെ വന്ന് ഇനിയിപ്പോ സ്ഥിരം കേരളത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. VD സതീശന്റെ രാഷ്ട്രീയത്തിനാണ് നിലപാടിനാണ് വലിയ മുൻതൂക്കം കിട്ടിയിരിക്കുന്നത്. PV അൻവർ പറഞ്ഞ പോലെ പിണറായിസം അവസാനിച്ചു എന്ന് പറയുന്നത്. അപ്പോഴും VD സതീശൻ VV അൻവർ എടുക്കുന്ന കാര്യമാവട്ടെ, ജമാഅത്ത് ഇസ്ലാമിയുടെ കാര്യമാവട്ടെ, ഏത് കാര്യത്തിലും ഒരു നിലപാട് VD സതീശൻ എടുക്കാറുണ്ട്. ആ നിലപാടും ഈ പറഞ്ഞ പോലെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്നു. ആ ശക്തിപ്പെടുത്തലൊക്കെ നിൽക്കുന്ന സമയത്താണ് ഈ ശശി തരൂരിന്റെ ഈ ഇടപാട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ശശി തരൂർ 10-20 MLA-മാരെയോ അല്ലെങ്കിൽ MLA-മാരെ 10-20 വോട്ട് രണ്ടായാലും ഒരു MLA ആയാലും MLA-മാരെയോ അല്ലെങ്കിൽ കുറച്ച് കോൺഗ്രസ് നേതാക്കളെയോ ഇപ്പുറത്ത് കൊണ്ടുവന്ന് BJPക്ക് ശക്തമായ പിന്തുണ ഉണ്ടാക്കി കൊടുത്താൽ അത് VD സതീശനും രമേശ് ചെന്നിത്തല സംഘത്തിനും കിട്ടുന്ന വലിയൊരു തിരിച്ചടി തന്നെയായിരിക്കും. അപ്പോൾ എന്താണ് ഇനിയുള്ള നാളുകളിൽ സംഭവിക്കുക എന്നുള്ളത് കേരള രാഷ്ട്രീയത്തിന്റെ ദിശ തന്നെ മാറുകയാണ്. കാരണം BJP ഇപ്പോൾ അംഗീകരിക്കാവുന്ന നിലയിലേക്ക് വന്നിട്ടുണ്ട്. ജനങ്ങളെ സംബന്ധിച്ചുള്ള BJP ഒരു അയിത്തമില്ല. BJPക്ക് അയിത്തം മാറി, തൊട്ടുകൂടായ്മ തീണ്ടായ്മയൊക്കെ മാറി BJPയെ കൂടി പരിഗണിക്കാം. തെരഞ്ഞെടുപ്പുകളിൽ BJP കൂടി ജയിക്കാം, BJP ഭരിക്കട്ടെ, എങ്ങനെ വരുമ്പോൾ നോക്കാം എന്നുള്ള ഒരു പ്രതീക്ഷ ജനങ്ങളിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ട് BJPക്ക് എൻട്രൻസ് ആയി, പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിലൊക്കെ എൻട്രൻസ് ആയി. അപ്പൊ അതുകൊണ്ട് BJP ഇനി എക്സിറ്റ് ആവാതെ നോക്കണം. പല സ്ഥലങ്ങളിലും എക്സിറ്റ് ആയ കഥ ഞാൻ നേരത്തെ പറഞ്ഞൊരു വീഡിയോ, എക്സിറ്റ് ആവാതെ നോക്കിക്കൊണ്ട് അവർക്ക് ഇവിടെ നിൽക്കാൻ പറ്റിയാൽ സ്വാഭാവികമായിട്ട് ഇത് കേരളത്തിലെ മറ്റ് പഞ്ചായത്തുകളിലേക്കും ജില്ലകളിലേക്കും കോർപ്പറേഷനുകളിലേക്കും കൊണ്ടുപോകാൻ പറ്റും. കാരണം ഈ ഒരു വികസനത്തിന്റെ മറ്റൊരു രൂപം, കാരണം അവർക്ക് ആകപ്പാടെ പറയാൻ പറ്റുന്നത് ഈ വർഗീയതയൊന്നും പറഞ്ഞാൽ കേരളത്തിൽ ഓടുകയില്ല. ഇവിടെ മുസ്ലിം ലീഗും കേരള കോൺഗ്രസും ക്രിസ്ത്യാനികളും എല്ലാം വളരെ സംഘടിതമായി നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ പിന്നെ CPM നമ്മുടെ മുന്നണി എടുത്തു കഴിഞ്ഞാൽ, ഹിന്ദുക്കളുടെ മുന്നണി എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പാർട്ടി ഹിന്ദു സമുദായം എടുത്തു കഴിഞ്ഞാൽ NSS-ഉം SNDP ഒക്കെ വേറെ തരത്തിൽ നിൽക്കുന്നവരാണ്. അതുകൊണ്ട് ഒരു ഹിന്ദു കൺസോൾട്ടേഷൻ നടത്തി കേരളത്തിൽ ജയിച്ചു കളയാമെന്നൊന്നും BJP കരുതരുത്. അതേസമയം വികസനത്തിന്റെ കൺസോൾട്ടേഷന് വലിയ സാധ്യതയുണ്ട്.
ഹിന്ദു കൺസോൾട്ടേഷനും അയ്യപ്പ കൺസോൾട്ടേഷനിലൊക്കെ നടക്കുന്നത് UDF-നാണ് പലപ്പോഴും ഗുണം ചെയ്യുക. പത്തനംതിട്ട ജില്ലയിലെ കണ്ടില്ലേ, പത്മകുമാറിന്റെ സ്ഥലത്തും എല്ലാ സ്ഥലങ്ങളിലും BJP-യേക്കാൾ കൂടുതൽ കോൺഗ്രസ് ആണ് നേട്ടമുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ രാഷ്ട്രീയം മനസ്സിലാക്കുമ്പോഴാണ് ശശി തരൂരിന്റെ രാഷ്ട്രീയത്തിലേക്ക് നമുക്ക് തിരിച്ചു വരേണ്ടി വരുന്നത്. ശശി തരൂർ തീർച്ചയായിട്ടും കേരളത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ ശശി തരൂരിന് കഴിയും. ശശി തരൂരിനൊരു ബിഗ് ഷോട്ടാണ്. അദ്ദേഹം വലിയ ഫാൻ ഉള്ള ആൾ, ഒരുപാട് ഫാൻസ് ഉള്ള ഒരാളാണ്. അദ്ദേഹം മാറിയാൽ തീർച്ചയായിട്ടും BJP-ക്ക് വലിയ നേട്ടവും കോൺഗ്രസിന് വലിയ ദോഷവും ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അപ്പോൾ വീണ്ടും ഒരു ചോദ്യമുണ്ട്. ശശി തരൂർ ഫാക്ടർ മാറി കോൺഗ്രസിലേക്ക് BJP-യിലേക്ക് പോവുകയും കോൺഗ്രസ് അവിടെ ആ ഒരു വീഴ്ച വരികയും ചെയ്താൽ ഇപ്പൊ 80 സീറ്റിലാണ് മുന്നിൽ നിൽക്കുന്നതെങ്കിൽ അതിന് മാറ്റം വരുമോ? ഇതിന്റെ ഗുണഭോക്താവായി LDF വരുമോ എന്നൊരു ചോദ്യമുണ്ട്. വരുമെന്ന് ഇപ്പൊ പറയാറാവുന്നില്ല. കാരണം അത്രമാത്രം ആന്റി ഇൻകംബൻസ് എവിടെ കിടപ്പുണ്ട്? ഈ ഗവൺമെന്റിനെതിരെ താഴെ തലങ്ങളിൽ കിടപ്പുണ്ട്. ആ ആന്റി ഇൻകംബൻസ് ഭരണവിരുദ്ധ വികാരവലയം ഇനിയിപ്പോ 5 മാസത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് എങ്ങനെ മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് നമുക്കറിയില്ല. അങ്ങനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞാൽ വീണ്ടും ചിലപ്പോ CPM-ന്റെ സാധ്യതയുണ്ട്. പക്ഷെ മാറ്റിയെടുക്കാൻ സമയമില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഇപ്പൊ UDF വേറൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. അയ്യപ്പൻ നന്നായി വിൽക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പാർലമെന്റിൽ അവർ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? പാർലമെന്റിന്റെ മുന്നിൽ അയ്യപ്പ വിഗ്രഹത്തിന്റെ വിഗ്രഹമല്ല, അവിടുത്തെ അമ്പലത്തിലെ മോഷണത്തിനെതിരെ CBI അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഈ സ്വർണ്ണ കേസ് ഇങ്ങനെ റെഡിയാക്കി നിർത്തുക. രമേശ് ചെന്നിത്തല ഇന്നലെ പോയി തെളിവ് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മൊഴിയെടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ SIT-ക്ക് പ്രവർത്തിക്കാതിരിക്കാൻ കഴിയത്തില്ല. നമ്മൾ SIT-യെ കൊണ്ട് നന്നായി പ്രവർത്തിപ്പിച്ച് അതെല്ലാം ഗവൺമെന്റിന് ദോഷമായി വരുത്തി ഗവൺമെന്റിന്റെ പേര് ചീത്തയാക്കുക എന്നുള്ള ഒരു ആന്റി ഇൻകംബൻസിന്റെ തോത് കൂട്ടി അത് കോൺഗ്രസിന് അനുകൂലമായി മാറ്റിയെടുക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയം. ആ കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിൽ വിള്ളൽ വീഴ്ത്താൻ ശശി തരൂരിന്റെ രാഷ്ട്രീയത്തിന് കഴിയുമോ എന്നുള്ളതും തിരുവനന്തപുരത്തുകാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അങ്ങനെ ശശി തരൂരിന് വിള്ളൽ വരുത്താൻ കഴിഞ്ഞാൽ അതിന്റെ സമ്പൂർണ്ണ ഗുണഭോക്താക്കളായി BJP-ക്ക് മാറാൻ കഴിയുമോ? അതോ ഇടയ്ക്ക് വെള്ളത്തിലുള്ള കരയിലില്ലാത്ത രീതിയിൽ ശശി തരൂർ ഇറങ്ങുകയും ചെയ്യും, ഇപ്പുറത്തെ അതിന്റെ ബെനിഫിറ്റ് കിട്ടാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം വന്നാൽ ശശി തരൂരിന്റെ രാഷ്ട്രീയ ഭാവി വാട്ടർലൂ ആവും. അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം UDF-ൽ നിന്ന് വിട്ട് കോൺഗ്രസിൽ നിന്ന് വിട്ട് ശശി തരൂർ BJP പാളയത്തിൽ വരികയും UDF അധികാരത്തിൽ വരികയും ചെയ്താൽ, അബ്സല്യൂട്ടായിട്ട് നല്ലൊരു മെജോറിറ്റിയോടുകൂടി UDF അധികാരത്തിൽ വരികയും ചെയ്താൽ ശശി തരൂരിന്റെ രാഷ്ട്രീയ ഭാവിയും വലിയ പ്രതിസന്ധിയിലേക്ക് തന്നെ പോകും.